ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് കളയൊന്നും വേണ്ട, ഇതുപോലെ പൂരിയാക്കി എടുത്താൽ മതി. പിന്നെ ഇത് ചോറ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് ഇത്. അപ്പോൾ ഒട്ടും കുഴയ്ക്കൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ പൂരി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. വറുത്ത റവയാലും വറുക്കാത്ത റവയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ആട്ടപ്പൊടിക്ക് 1 കപ്പ് ചോറാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചോറും പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ പൊടിയുടെ പകുതി ഭാഗത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 2 തവണയായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. മൊത്തത്തിൽ ഒരുമിച്ചിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിർത്തിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പൾസ് മോഡിലിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ 1 ടീസ്പൂൺ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓയിൽ എല്ലായിടത്തും നിർത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അങ്ങ് ആക്കിയെടുത്താൽ മതി. ഇനി ഇതുപോലെ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ പത്തിരി പരത്തുന്ന പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുക്കുന്നത്. ഇനി റോളർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഈ ഒരു കനത്തിലും ഈ ഒരു വലുപ്പത്തിലും പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കുന്നൊന്നും പേടിക്കേണ്ട കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. മുഴുവനായിട്ടും ഇതുപോലെ പരത്തി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ മതി. ഇനി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇത് എല്ലാ പൂരിയും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഒരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോൾ അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പൂരിയാണ്. ഇനി നമ്മുടെ കയ്യിൽ ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പൂരിയാക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാനും, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്